ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റേഷൻ കടയിലെ അരി കൊണ്ട് ചോറ് വയ്ക്കുമ്പോഴും അതേപോലെ പച്ചരി കൊണ്ടൊക്കെ ചോറ് വയ്ക്കുമ്പോൾ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിച്ച് ചിലപ്പോൾ കഞ്ഞിയായി പോവാം, അല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിച്ച് കട്ട കെട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട്. അങ്ങനെയൊന്നും വരാതെ തന്നെ റേഷൻ കടയിലെ അരി ആയാലും പച്ചരി ആയാലും അത് 48 രൂപയുടെ കുറുവ അരി പോലെ നമുക്ക് എങ്ങനെ ചോറ് വെച്ചെടുക്കാൻ നോക്കാം. അതിനുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടോ ഞാനൊന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിതാ ചോറ് വയ്ക്കുന്ന കലത്തിലായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലും കൂടെ വെള്ളം വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചോറിലൊക്കെ വെള്ളം വറ്റി, ചോറ് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചോറിൽ വെള്ളം വറ്റി പോകുമ്പോൾ ചൂട് വെള്ളം വേണം ഒഴിക്കാൻ. അതിനുവേണ്ടി സെപ്പറേറ്റ് വെള്ളം തിളപ്പിക്കേണ്ട. ഈ ഒരു അരിപ്പാത്രത്തിൻ്റെ മുകളിലായിട്ട് തന്നെ വെള്ളം വെച്ചാൽ മതി. അതിലൂടെ നമുക്ക് ഗ്യാസ് ലാഭിക്കാനും വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള അരി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഗുജറാത്തിലായതിനെ കൊണ്ട് തന്നെ ഇവിടെ 10 മിനിറ്റ് തികച്ച് വേണ്ട, അങ്ങനെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്ന ഒരു അരിയാണ് കേട്ടോ. തികച്ച് പറയുക റേഷൻ കടയിലെ അരി പോലെ തന്നെയാണ്, ഇവിടുത്തെ അരിയാണ്. നമ്മളെ നാട്ടിലെ റേഷൻ കടയിലെ അരി പോലൊക്കെ തന്നെയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇതിൽ ഞാൻ വെളുത്തുള്ളിയും അതേപോലെ തന്നെ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടതിനെ കൊണ്ട് കറുത്ത കുത്തനും അങ്ങനത്തെ പ്രാണികളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അങ്ങനെ കുത്തനും അതേപോലെ തന്നെ കറുത്ത പ്രാണികളൊക്കെ അരിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി അല്ലെങ്കിൽ മറ്റേ ആര്യവേപ്പിൻ്റെ ഇല അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ നമുക്ക് ഈ ഒരു കുത്തനെയൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ അരി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചൂടുവെള്ളത്തിലാണ് കഴുകുന്നത്. അരിയിൽ ഒത്തിരി വിഷാംശം ഉണ്ടാവും, അഴുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 1-2 പ്രാവശ്യം ചൂടുവെള്ളത്തിൽ കഴുകുന്നതായിരിക്കും നല്ലത്. നമ്മൾ അരിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഭയങ്കര തിളച്ചിട്ടില്ല വെള്ളം, എന്നാലും നല്ല ചൂടുണ്ട്, കൈ വയ്ക്കാൻ പറ്റുന്ന അത്രയും ചൂടുണ്ട് കേട്ടോ. ഈ ഒരു ചൂടിൽ ഞാൻ ഈ ഒരു അരി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. 2 പ്രാവശ്യത്തോളം ചൂടുവെള്ളത്തിലും പിന്നെ ഞാൻ നമ്മുടെ പച്ചവെള്ളത്തിലാണ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വെള്ളത്തിലേക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിയിൽ കല്ലോ അങ്ങനെ മറ്റേതൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അരി ഒന്ന് ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കല്ലൊക്കെ പോക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അരി കഴുകുന്നതിൻ്റെ മുമ്പ് ഒരു മുറത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചേറി എടുക്കുക കേട്ടോ. ചേറി എടുക്കാമെന്ന് നമ്മളെ നാട്ടിൽ പറയാം, അല്ലാണ്ട് ഇങ്ങനെ അറിയില്ല, അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരി നമ്മൾ ഈ ഒരു അരി തിളച്ച് വരുമ്പം പുറത്തേക്ക് തൂവി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിക്കലത്തിൻ്റെ ആ വട്ടത്തിൻ്റെ ഭാഗത്തായിട്ടില്ലേ, ആ വട്ടത്തിൽ ഒന്ന് ചെറിയൊത്തിരി വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നാൽ അരി എത്ര തിളച്ചാലും നിലത്തേക്കോ ഗ്യാസിലേക്കോ ഇങ്ങനെ തിളച്ച് തൂവിയിട്ട് അവിടെ ഒന്നും വൃത്തിയേടാവില്ല കേട്ടോ. എത്ര തന്നെ തിളച്ചാലും ഈ ഒരു വെളിച്ചെണ്ണ തേച്ചതിനെ കൊണ്ട് തന്നെ തിളച്ചിട്ട് പുറത്തേക്ക് തൂവിപ്പോവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ബാക്കി വന്നിട്ടുള്ള വെള്ളം കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അരിയിൽ വെള്ളം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഒരു 5-6 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു അരി ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ അരി നമ്മൾ എത്ര വേവ് കുറച്ചാലും ഈ ഒരു തമ്മിൽ സാധാരണ നമ്മൾ വാർക്കുകയാണെങ്കിൽ, ചോറ് വാർക്കുകയാണെങ്കിൽ തമ്മിൽ ഒട്ടിപ്പോവുകയും കട്ട പിടിച്ച് പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെന്ത അരി എടുത്തിട്ട് നമ്മളൊന്ന് കിച്ചൺ സിങ്കിലേക്ക് വെച്ചിട്ട് ഈ ഒരു വെള്ളം, ആദ്യമുള്ള കഞ്ഞിവെള്ളം മൊത്തത്തിലങ്ങ് ഒഴിച്ച് കളയുക. അതിനുശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 വട്ടം ഇതേപോലെ ചെയ്യണം. 2 വട്ടം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പച്ചവെള്ളം അങ്ങ് ഒഴിച്ച് കളയുക കേട്ടോ. പിന്നെ കിച്ചൺ സിങ്കിൽ ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് കാരണം എന്തെങ്കിലും ബ്ലോക്കോ മറ്റോ കിച്ചൺ സിങ്കിൽ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. പിന്നെ ക്വാളിറ്റി കുറഞ്ഞ പൈപ്പോ അല്ലെങ്കിൽ പഴകിയ പൈപ്പൊക്കെ ആണെങ്കിൽ ഈ ഒരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് പച്ചവെള്ളം കൂടെ പൈപ്പ് അവിടെ തുറന്നിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2-3 പ്രാവശ്യമാണ് 2-3 പ്രാവശ്യത്തോളം ഞാൻ ഈ ഒരു പച്ചവെള്ളം ഒഴിച്ചിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആവുമ്പം ഈ ഒരു അരി തമ്മിൽ ഒട്ടിപ്പോവോ, അല്ലെങ്കിൽ എത്ര നമ്മൾ വേറെ ഏത് അരി ആയിക്കോട്ടെ, പച്ചരി ആയിക്കോട്ടെ, എത്ര വെന്ത് പോയാലും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുവാണെങ്കിൽ അരി നല്ല കുറുവ അരി പോലെ 48 രൂപേൻ്റെയോ അല്ലെങ്കിൽ 50 രൂപേൻ്റെയോ ഒക്കെ അരി പോലെ നന്നായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അരി ഇതാ ഇങ്ങനെ വാർത്ത് വെച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് നേരം ഇതേപോലെ വെക്കുക. 5 മിനിറ്റിന് ശേഷം പെട്ടെന്ന് തന്നെ അത് എടുത്തിട്ട് ഒന്ന് നോക്കണം കേട്ടോ. അങ്ങനെ കുറേ സമയം നമ്മൾ വാർത്ത പോലെ വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു അരി കട്ട പിടിച്ച് പോകും കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇതാ ചോറ് നല്ല 48 രൂപേൻ്റെ അരി പോലെ തന്നെ ഉണ്ട്. തമ്മിൽ ഒട്ടിപ്പോവോ വെന്ത് പോവോ ഒന്നും ആയിട്ടില്ല കേട്ടോ. നല്ല ചോറ് തന്നെയാണ്. ഇങ്ങനെ തന്നെ നമുക്ക് പച്ചരിയും വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ചോറിൻ്റെ ഈ ഒരു കോലം. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.